നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 317th day. Today 7th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 317 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. ബഹുവിത്തചയം ദൃഷ്ട്വാ രാത്രോ നാര്യോ വിചാരയൻ ചൗര്യം കരോത്യസൗ നിത്യം അധോ രാജാ ഗൃഹീഷ്യതി. ബഹുവിത്തചയം ദൃഷ്ട്വാ രാത്രോ നാര്യോ വിചാരയൻ ചൗര്യം കരോത്യസൗ നിത്യം അധോ രാജാ ഗൃഹീഷ്യതി. ഓം തത്സത്. ഇങ്ങനെ ഒരുപാട് ധനം, ബഹുവിത്തജയം, ഒരുപാട് ധനം കണ്ടപ്പോൾ, ഇങ്ങനെ ഒരുപാട് ധനം ഈ ദുന്ദുകാരി കൊണ്ടുവന്ന് കണ്ടപ്പോൾ രാത്രോ നാര്യോ വിചാരൻ, രാത്രിയിൽ നാരിമാർ, ഈ വേശ്യാസ്ത്രീകൾ ആലോചിച്ചു. അവരെല്ലാവരും കൂടി ആലോചിച്ചു. ചൗര്യം കരോത്യസോ നിത്യം, ദിവസവും ചൗര്യം, കളവ് ചെയ്തുകൊണ്ട് ഇത്രപാട് ധനം കൊണ്ടുവന്ന് ഇവനെ രാജാവ് എന്തായാലും പിടിക്കും. രാജാ ഗൃഹീഷ്യതി. ഈ ഇത്രപ്പാട് അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇദ്ദേഹം പോയിട്ട്, ഇദ്ദേഹത്തിന് മറ്റുള്ള ജോലിയോ നന്മ നിറഞ്ഞ പ്രവൃത്തികളോ അറിയില്ല. അപ്പോൾ കളവിലെ കൂടി മാത്രമാണ് സമ്പാദിക്കാൻ സാധിക്കുക. അപ്പോൾ ഇവർ പറഞ്ഞ ധനവും ആഭരണങ്ങളും ഒക്കെ അദ്ദേഹം പോയി കൊണ്ടുവന്നപ്പോൾ ഇവർ രാത്രി ആലോചിക്കുകയാണ്. ഒരുപാട് ധനവും ആഭരണങ്ങളും ഒക്കെ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ കളവ് ചെയ്തിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ഇവനെ രാജാവ് തീർച്ചയായും പിടിക്കും. കള്ളന്മാരെ പിടിക്കുവാൻ വേണ്ടി രാജാവ് പ്രത്യേകമായ സന്നാഹങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ സന്നാഹങ്ങൾ, രാജഭടന്മാർ എന്തായാലും ഇങ്ങനെ കളവ് ചെയ്യുന്ന ഇവനെ പിടിക്കാതിരിക്കില്ല. അവർ എന്തായാലും ഈ മനുഷ്യനെ പിടിക്കും എന്നൊക്കെ അവർ രാത്രിയിൽ കൂടി ആലോചിക്കുകയാണ്. ഈ ദുഷ്ടസ്ത്രീ, കുലടകളായിട്ടുള്ള, വേശ്യകളായിട്ടുള്ള ഈ സ്ത്രീകൾ രാത്രിയിൽ ഇങ്ങനെ ആലോചിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ബഹുവിത്തചയം ദൃഷ്ട്വാ രാത്രോ നാര്യോ വിചാരയൻ ചൗര്യം കരോത്യസോ നിത്യം അധോ രാജാ ഗൃഹീഷ്യതി. ചൗര്യം നിത്യം, ദിവസവും ഇങ്ങനെ കളവ് ചെയ്യുന്നു. നിത്യം എപ്പോഴും ഇവർ ആവശ്യപ്പെടും. എപ്പോഴും പോയി കളവ് ചെയ്തിട്ട് കട്ടിട്ട് കൊണ്ടുവന്ന് നൽകും. അതുകൊണ്ട് തന്നെ ഇവനെ അടുത്ത് തന്നെ രാജാവ് പിടിക്കും എന്ന് പറയുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.